ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സ് അരീനയിലേക്ക് സ്വാഗതം. ഞാൻ അബ്ദുസ്സലാം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബാരൽ ഗാർഡനോട് ചേർന്നുണ്ടാക്കിയ വെജിറ്റബിൾ ഗാർഡൻ്റെ ഒരു വീഡിയോ ആണ്. ഇപ്പോഴുള്ള പച്ചക്കറികൾ കൂടാതെ പുതുതായിട്ട് ഗ്രോ ബാഗിൽ വീണ്ടും നമ്മൾ പച്ചക്കറികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാം വയ്യെ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റിൽ അറിയിക്കുക. പുതിയ വീഡിയോകൾക്കായി അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. പച്ചക്കറികൾ കൂടാതെ വീട്ടിൽ തൂക്കിയിട്ടിട്ടുള്ള ചില ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെയും വീഡിയോ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. പച്ചക്കറികൾ പ്രധാനമായിട്ടും നമുക്ക് വിളവ് ലഭിച്ചിട്ടുള്ളത് വെണ്ടക്ക, ചീര, കക്കരി മുതലായവയിൽ നിന്നാണ്. അതുകൂടാതെ തന്നെ പുതിന, മുളകിൻ്റെ തയ്യ്, മാവിൻ്റെ തയ്യെല്ലാം നമ്മൾ വേറെ വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മൾ മറ്റു ബോട്ടിലായിട്ടും പുതിന ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന വീഡിയോ. ഏറ്റവും കൂടുതൽ നമുക്ക് പച്ചക്കറി ഇതിൽ ലഭിച്ചിട്ടുള്ളത് വെണ്ടക്കയിൽ നിന്നാണ്. ഏകദേശം 6ഓളം തൈ വെണ്ടക്കയിൽ നിന്ന് നമുക്ക് 2 ദിവസം കൂടുമ്പോൾ വീട്ടിലേക്ക് ആവശ്യമായ വെണ്ടക്ക ലഭിക്കും. ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് ചീര, ചുവപ്പ് ചീരയും അതുപോലെ തന്നെ പച്ചച്ചീരയുമുണ്ട്. ചീരക്കെല്ലാം നല്ല വളർച്ചയുണ്ട്. പക്ഷേ ഏത് പച്ചക്കറിയും മഴ ആകുമ്പോൾ കുറച്ച് വളർച്ച കുറയുകയും ചെറിയ രീതിയിൽ പുഴുക്കുത്തുകളെല്ലാം വരാറുണ്ട്. കക്കരിയുടെ 5 തൈകളാണ് നമ്മുടെ കയ്യിലുള്ളത്. എല്ലാത്തിലും പൂവിടുന്നു എന്നുണ്ടെങ്കിലും എല്ലാത്തിലും കായ് പിടിക്കുന്നില്ല. ചിലതിലെല്ലാം പൂ മാത്രമേ ഉള്ളൂ. കായ് പിടിക്കുന്നത് 2-3 വള്ളികളിൽ മാത്രമാണ് കായ് പിടിക്കുന്നത്. പച്ചച്ചീരയും നല്ലപോലെ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യവും കട്ട് ചെയ്തിട്ടാണ് വിളവെടുക്കുന്നത്. ഇപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയാണ് കാണുന്നത്. അതുകൂടാതെ തുളസിയുമുണ്ട്. നമ്മൾ വെജിറ്റബിൾസ് ഇവിടെ വെക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ 4-5 കാന്താരിമുളകിൻ്റെ തൈകളുണ്ടായിരുന്നു. ആ കാന്താരിമുളകും നല്ലപോലെ വിളവ് ലഭിക്കുന്നുണ്ട്. കരിവേപ്പ്, അതുപോലെ തന്നെ പപ്പായ മരങ്ങളും ഈ ഗാർഡനിൽ ആദ്യമേ ഉണ്ടായിരുന്നതാണ്. പച്ചമുളകിൻ്റെ 8ഓളം തൈകളിൽ നിന്ന് ബാക്കിയായിട്ടുള്ള ഒരു തൈയാണിത്. ഇതിൽ പൂവ് അതുപോലെ തന്നെ മുളകും പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കുറേ തൈകൾ മഴയിലും അതിന് മുമ്പുമായിട്ട് നശിച്ചു പോയി. ഗാർഡൻ്റെ ഒരു എൻഡിലായി പനിക്കൂർക്കയും നമ്മൾ വെച്ചിട്ടുണ്ട്. വീട്ടിലുള്ള മറ്റ് ചെടികൾക്ക് പുറമെ ഏകദേശം 6 വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സും ഉണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കുന്നതിനെയും ഓരോ പ്ലാന്റുകൾ എങ്ങനെയാണ് പോട്ടി മിക്സിലേക്ക് വെക്കുന്നതിൻ്റെയും വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. വീട്ടിലെ കറികൾക്ക് മറ്റ് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ചപ്പ്, പുതിന എന്നിവ എങ്ങനെയാണ് ബോട്ടിലിൽ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിൽ ഉപയോഗിക്കുന്ന പോട്ടിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മരങ്ങളുടെ തോട്ടവും അതുപോലെ തന്നെ പച്ചക്കറി ചെടികളുടെ തോട്ടവും നനക്കാൻ ഉപയോഗിക്കുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ മുകളിലെ ഇൻഫർമേഷൻ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റിൽ അറിയിക്കുക.